ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗംഗപ്രസാദിനെ കൊന്നത് മനോഹർ ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. മനോഹർ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മനോഹർ ആണ് ഇത് ചെയ്തതെന്നറിഞ്ഞ കിരണും അതുപോലെ കിരണിന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും അതൊരു വലിയൊരു ഷോക്കായി മാറുകയാണ്. എന്തായാലും അവർക്ക് മനോഹറിനോട് ഒരുപാട് ബഹുമാനവും അതുപോലെ തന്നെ അവനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നൊരു ബോധം അവർക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കിരൺ ചെന്ന് മനോഹറിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ കുഞ്ഞിനെ കാണണം, അത് മാത്രമാണ് മനോഹർ കിരണിനോട് ആവശ്യപ്പെട്ടത്. എന്തായാലും അത് സാധിച്ചു കൊടുക്കണമെന്ന് കിരൺ കല്യാണിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കല്യാണിയും കിരൺ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്റ്റെഫി ജയിൽ ചാടി എന്ന ആ ഒരു വാർത്ത ടിവിയിൽ കാണുന്നത്. അപ്പൊ തന്നെ കിരൺ അവരോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയും CIയോടും മനോഹറിനോടും സംസാരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട, സാറും കല്യാണിയൊക്കെ സൂക്ഷിച്ചാൽ മതി. പിന്നെ ലക്ഷ്മി അമ്മയും കാർത്തികേച്ചിയോടും പറയണം, അവള് ഇത്തിരി അപകടകാരിയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവരെല്ലാവരും പേടിച്ചതുപോലെ തന്നെ നമ്മുടെ സ്റ്റെഫി ജയിൽ ചാടി. അവള് രാത്രി സമയത്ത്, പകല് വന്നു കഴിഞ്ഞാൽ അവളെ പിടികൂടുമല്ലോ, അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് അവള് 2 2 വീലറിലായിട്ട് അവരെ 4 പേര് അങ്ങനെ വന്നിറങ്ങുകയാണ്. എന്തായാലും വന്നിട്ട് അവരുടെ, അതായത് കിരണിന്റെ വീടിന്റെ മതിലെടുത്ത് ചാടുകയും അതുപോലെ തന്നെ പിന്നാമ്പുറത്തെ വാതിലിന്റെ ലോക്ക് കുത്തിപ്പൊളിച്ച് അകത്തേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. 4 പേരും അകത്തേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെഫിയുടെ കയ്യിൽ നല്ലൊരു കത്തിയുണ്ട്, അവൾ അതും പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്നും അറിയാതെ കിരണും കല്യാണിയും റൂമിൽ അങ്ങനെ ഇരിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും അവര് പറയുന്നുണ്ട് കേട്ടോ, പേടിക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. പക്ഷെ ഇവർ 2 പേരെയും വകവരുത്തി അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന അതിമോഹവുമായിട്ടാണ് നമ്മുടെ സ്റ്റെഫി അവിടേക്ക് എത്തുന്നത്. പക്ഷേ എന്തെങ്കിലും അനക്കങ്ങളും കാര്യങ്ങളും അവര് കേൾക്കാനിട വരികയും അങ്ങനെ നമ്മുടെ കിരണിന്റെ കയ്യിൽ തോക്കുണ്ട്. അത്യാവശ്യം ഇപ്പോൾ ലക്ഷ്മി അമ്മയുടെ കയ്യിലായാലും അതുപോലെ കാർത്തികയുടെയും ചന്ദ്രസേന്റെയും അങ്ങനെയുള്ളവരുടെ കയ്യിലൊക്കെ അത്യാവശ്യം ലൈസൻസ് ഉള്ള തോക്കുള്ളത് കൊണ്ട് തന്നെ അവർ ആ തോക്കും എടുത്ത് പുറത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ഒരു ഇരുട്ടത്തൊരു നിഴല് കാണുന്നത്. അത് നമ്മുടെ സ്റ്റെഫി തന്നെയാണ്. സ്റ്റെഫിയെ തല്ലി തകർത്തിടുകയാണ്. കല്യാണിക്ക് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അവളെ തല്ലാനൊന്നും പറ്റില്ല, കാരണം മുറിവൊക്കെ പതുക്കെ ഉണങ്ങി വരുന്നതേയുള്ളൂ. കിരണാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വീട്ടിൽ ലക്ഷ്മി അമ്മയും അതുപോലെ കാർത്തികയും ഉണ്ട്. അവരും ചേർന്ന് നല്ല രീതിയിൽ അവളെ തല്ലിച്ചതയ്ക്കുകയാണ്. അങ്ങനെ അവളുടെ അതിമോഹമൊക്കെ അവസാനിച്ച് ഇനിയിപ്പോൾ ഗംഗപ്രസാദിന്റെ അരികിലേക്ക് തന്നെ അവളെ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ അടുത്ത ശത്രു എന്ന് പറയുന്നത് വിക്രമാണ്. വിക്രം പരോളിൽ ഇറങ്ങുന്നുണ്ട്. വിക്രം പരോളിൽ ഇറങ്ങിയതിന് ശേഷം സരയുവിനെയാണ് കാണുന്നത്. എന്തായാലും സരയുവും വിക്രവും കൂടി ഒന്നിച്ചിട്ട് കല്യാണിയെയും കിരണിനെയും ഇല്ലാതാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് വിക്രം ഇറങ്ങുന്നതെങ്കിലും കിരണിനെ ഇല്ലാതാക്കരുത്, കാരണം കിരണിനെ എനിക്ക് വേണം ഭർത്താവായിട്ട് എന്ന് പറയുന്ന ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഈ വിക്രം ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും വിക്രത്തിനോട് സരി പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കല്ലുകടി ആയത് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ ആയത് ആ കല്യാണിയാണ്. എന്തായാലും കല്യാണിയെ ഇല്ലാതാക്കാൻ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, അത് പൈസ കൊണ്ടായാലും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അവൻ പുറത്തിറങ്ങിയ കാര്യം പെട്ടെന്ന് തന്നെ എല്ലാവരും ആ ഒരു ന്യൂസ് അറിയുകയാണ്. അങ്ങനെ അവനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരും തീരുമാനിക്കുന്നത്. അതേസമയത്ത് മനോഹർ ആണെങ്കിൽ 1 ദിവസം മാത്രമേ 2 ദിവസം മാത്രമേ ആ ഒരു ജയിലിലുണ്ടാവുള്ളൂ. അവൻ എന്തായാലും ജയിലിലോട്ട് തിരികെ പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും. അപ്പോൾ അവൻ ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നവീൻ എന്ന് പറയുന്ന വക്കീലിനെ വെച്ചിട്ട് അവന് പരമാവധി ശിക്ഷ കുറച്ചു കൊടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന കല്യാണിയും കിരണും കൂടിയിട്ട് കുഞ്ഞിനെ, അതായത് നമ്മുടെ സരയുവിന്റെ കുഞ്ഞിനെ മനോഹറിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അത് സരയു അറിയുകയാണ്. സരയുവിന് ദേഷ്യം കൂടുന്നുണ്ട്. ഈ കല്യാണിയാണ് കിരണിനെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. കല്യാണി ഇല്ലാതായി കഴിഞ്ഞാൽ കിരണിനെ ഒരു ചിറകൊടിഞ്ഞ പോലെയായിരിക്കും. പിന്നെ അയാളുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്ന് കയറിയാലേ അതൊരു സന്തോഷം തന്നെ. എൻ്റെ മകൾക്ക് അച്ഛനെയും കിട്ടും, എനിക്ക് നല്ലൊരു ഭർത്താവിനെയും കിട്ടും. അവളെ ഇല്ലാതാക്കണമെന്ന് തന്നെ അവൾ അങ്ങനെ ഉറപ്പിക്കുകയാണ്. അവളുടെ പ്രവർത്തികൾ കൂടി വരുന്ന കാണുമ്പോൾ നമ്മുടെ താരയ്ക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തായാലും
എന്തായാലും താര കാര്യങ്ങളെല്ലാം തന്നെ കിരണിനെയും കല്യാണിയെയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിക്രവും കൂടിയിട്ട് ഇവരെ അപകടപ്പെടുത്താൻ പോകുന്നുണ്ടെങ്കിൽ വിക്രത്തിനെയും ഇതുപോലെ തന്നെ നല്ല നിലയിൽ പൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിക്രത്തിനെ തല്ലിച്ചതച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും പ്രകാശൻ ആ വഴി വരുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, ഇവന്റെ കൊല്ലണ്ട കിരണെ, കാരണം ഇവന്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാനാണ് ഇവനെ വളർത്തി വഷളാക്കിയത്. ഇവനെ പൊന്നുപോലെ രാജകുമാരനാക്കാൻ വേണ്ടിയിട്ട് വളർത്തിയതാണ് ഞാൻ. അതേ സ്ഥാനത്ത് എൻ്റെ പെൺമക്കൾക്ക് ഒരു തുള്ളി ശരിക്കും ഒരു ഭക്ഷണം പോലും കൊടുക്കാതെ, പ്രത്യേകിച്ച് എൻ്റെ കല്യാണി മോൾക്ക്, ആ മോളാണിപ്പോൾ എന്നെ സംരക്ഷിക്കുന്നത്. ആ മോളുടെ തണലിലാണ് ഞാനിപ്പോൾ ഈ വയസ്സാം കാലത്ത് ജീവിക്കുന്നത്. പക്ഷെ ഇവൻ എനിക്ക് ഉപദ്രവമല്ലാതെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല, നേടി തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അമ്മൂമ്മയും ആ സമയത്തുണ്ട്. അമ്മൂമ്മയും വിക്രത്തിന്റെ കരണം നോക്കി പൊട്ടിക്കുന്നുണ്ട്. ഇനി എന്തായാലും ഇവന്റെ കാര്യം ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ തന്നെയായിരിക്കും അപ്പോഴും അവൻ മുറവിളി കൂട്ടുന്നത്, കല്യാണിയെ കൊല്ലണം, കാർത്തികയെ കൊല്ലണം, അവർ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് തന്നെയാണ്. അത് കേട്ടിട്ട് നമ്മുടെ പ്രകാശൻ തന്നെയായിരിക്കും അവന്റെ മരണം, അവന്റെ ജീവൻ എടുക്കുന്നത്. അങ്ങനെ പ്രകാശന് യാതൊരു പോറലും കൂടാതെ രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ട, ജയിലിലൊന്നും കൊണ്ടുപോകാതെ അങ്ങനെ അവരുടെ ശത്രുക്കൾ ഓരോന്നോരോന്നായി തീരുകയാണ്. അതുപോലെ തന്നെ സരയുവിന്റെ കാര്യത്തിലും തീരുമാനമാകുന്നുണ്ട്. സരയുവിനെയും തല്ലിച്ചതച്ച് സരയുവിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയാണ്. കൺമണി മോളെ സരയുവിന് വിട്ടുകൊടുക്കുന്നില്ല. കൺമണി മോളെ അവര് കല്യാണിയും കിരണും അവരുടെ മകളെ പോലെ തന്നെ വളർത്തുകയാണ്. അതുപോലെ മനോഹർ എന്നെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവന് കൈമാറാൻ തന്നെയാണ് തീരുമാനം. മാസം അവന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് പിന്നെ കുഞ്ഞിനെ തണലായിട്ടുള്ളത് നമ്മുടെ താരയും ഒക്കെ, രൂപയും ചന്ദ്രസേനും, അവരൊക്കെ തന്നെ കുഞ്ഞിനെ വളർത്തി വലുതാക്കി എടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന മനോഹർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അതുപോലെ കുഞ്ഞിനെ കൈമാറുകയാണ്. അതിൻ്റെ ഇടയിൽ വേലുവിന്റെ വിവാഹം, അത് കാട്ടിനുള്ളിൽ വെച്ച് എല്ലാവരും അവിടേക്ക് പോകുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി കല്യാണമൊക്കെ കൂടി തിരികെ വരികയും ചെയ്യുകയാണ്. അധികം വൈകാതെ തന്നെ ആ ഒരു വലിയ സന്തോഷ വാർത്ത അവരുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ്. കല്യാണി രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷ വാർത്തയും കൂടി അവരുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ്. അതുപോലെ എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടിയുള്ള, ഇനിയിപ്പോൾ ഒരു ശത്രുവിനെയും ഭയക്കാതെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ സീരിയലിന്റെ, അതായത് മൗനരാഗത്തിന്റെ ക്ലൈമാക്സ് ആണ് വരാൻ പോകുന്നത്. അടുത്ത ആഴ്ചത്തോടു കൂടി എന്തായാലും നമ്മുടെ ക്ലൈമാക്സ് ഉണ്ടാകും. കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രകാശൻ നല്ല വിഷമത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അവൻ അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ പെൺമക്കൾക്ക് വേണ്ടി സ്നേഹിച്ച് വളർത്തിയ മകനെ കൊന്നു തള്ളുകയാണ്. അതുപോലെ തന്നെ അമ്മൂമ്മയാണെങ്കിൽ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇതുപോലുള്ള മൗനരാഗത്തിന്റെ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട്